ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാടുള്ള കൊങ്ങമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നല്ല ഗ്രാമീണമായൊരു സ്ഥലമാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഇപ്പോൾ ഒരു കാട്ടിൻ്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ടാണ് അപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ട് അത്യാവശ്യം നമുക്കൊരു ചെറുതായിട്ടൊരു എന്താ പറയുക ബാർബിക്യൂ പോലെയൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട്, ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു തനി നാടൻ ബാർബിക്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു തനി നാടൻ ഗ്രില്ലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര നാടൻ എന്താ പറയുക പ്രകൃതി രമണീയമായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ പോകണ്ടാവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടെ പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ എന്തായാലും ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് കാലമായി ഇപ്പോൾ നമ്മുടെ ഈ ചാനലിൽ വീഡിയോസ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് മാക്സിമം ആക്റ്റീവ് ആവാനൊക്കെ നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. കൈത്തിട്ട് രണ്ടിളക്കിളക്കി പിന്നെയും കഴിവുണ്ടേ. ആദ്യം കുറച്ച് മുളക് പൊടി ഇടാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, ആവശ്യത്തിന് ഉപ്പിടാം, ആവശ്യത്തിന് തൈര് കൂടെ ഒഴിച്ചു കൊടുക്കാം. മതി മതി മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നടക്കാം കേട്ടോ. കുറച്ച് നാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. ഗ്രില്ലെടുക്ക്. ചെറിയ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കനൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ അത് അത്യാവശ്യം നിറയെ വിറകൊക്കെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കത്തി നല്ല അടിപൊളിയായി കനൽ സെറ്റ് ആവണം. ആ ടൈമിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ ഇവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറെങ്കിലും ഇരുന്നാൽ നല്ല സെറ്റാവും, നന്നായിട്ട് മസാല പിടിക്കും. നമുക്ക് എന്തായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കനൽ അത്യാവശ്യം റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കൈവച്ച് ഒന്നും കൂടെ ഇളക്കണം. ഗിരീഷോടെ ഇളക്കണ ആൾ അവിടെയാണ്. വന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എണ്ണയൊക്കെ നല്ല ഉഷാറായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി എന്തായാലും നമ്മുടെ ഗ്രില്ല് വെക്കാൻ സമയമായി. അത്യാവശ്യം തീയൊക്കെ ഏകദേശമൊക്കെ കെട്ടിട്ടുണ്ട്.
നമുക്കിതിൻ്റെ മുകളിലോട്ട് വയ്ക്കാം. നല്ല ചൂട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ 4 സൈഡും കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചെറുതായിട്ടൊന്ന് എണ്ണ വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ചാൽ സീനാവും. അതിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് എണ്ണ കൂടെ തേച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ഒഴിച്ചു എണ്ണ. റൈറ്റ്. ഓക്കെ, നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഓരോ പീസായിട്ട് പതുക്കെ വെച്ച് കൊടുക്കാം. ലെഗ് പീസ് തന്നെ. രണ്ട് സെറ്റായിട്ട് വയ്ക്കാം അല്ലേ? ഓക്കെ. പിന്നെ നമ്മുടെ കയ്യിൽ നൊങ്ക് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല നാടൻ നൊങ്ക്. ഇത് പനേന്ന് കിട്ടണ സാധനമില്ലേ, അതാണ് നാടൻ നൊങ്കാണ് കേട്ടോ. നമ്മൾ ഇതുകൂടെ കുറച്ച് കഴിഞ്ഞിട്ട് വെട്ടി കുടിച്ച് നോക്കാം. ഇതൊന്ന് മറിച്ചിടാം. ഈ ഭാഗം പെട്ടെന്ന് ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ സൈഡൊക്കെ നമ്മുടെ ബാക്കി വന്ന മസാല ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതാകുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കില്ല. കുറച്ച് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചോളും. നമ്മൾ 2 ചോളവും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പീസ് ചോളം ഇതുപോലെ വെട്ടിയിട്ട് നമ്മൾ സാധാരണ ഈ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടില്ലേ, ആ ഒരു മോഡലിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയും പിന്നെ കുറച്ച് ലെമണും കൂടെ പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒപ്പം പീറ്റർ ഏട്ടൻ ഉണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പര് ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തരും. ഇതിനെക്കുറിച്ച് പറഞ്ഞോളൂ. ഇത് എങ്ങനെ എടുക്കുക, ഇതെടുത്ത് ഇങ്ങനെ വെക്കുക. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിരൽ വെച്ചിട്ട് അപ്പം തന്നെ നേരെ വലിക്കണം. നേരെ വലിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നേരെ ഉള്ളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ശരി, എവിടെയും പുറത്തെവിടെയും പോകില്ല. ഇത് ഇത് നമ്മൾ സാധാരണ വെറുതെ കഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ, പുറത്തൊക്കെ പോകും. അത് എക്സ്പീരിയൻസ് വേണം ചെറുതായിട്ട്, പരിചയമൊക്കെ വേണം. പറ്റില്ല. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നേരെ അകത്തോട്ട് പോകും, എവിടെയും പോകും. ഒന്ന് ചെയ്ത് കാണിക്കും, ഒന്ന് കഴിക്കും. കണ്ടോ എത്ര സ്പീഡിലാണ് ചട്ടാപ്പട്ടയെന്ന് മൊത്തം വെള്ളം ഉള്ളിലേക്ക് പോയി. എവിടെയും പോയി ഒരെണ്ണം കഴിഞ്ഞു കേട്ടോ. അടുത്തത് കഴിഞ്ഞു, രണ്ടാമത്തെയും കഴിഞ്ഞു. ഇതാണ് അതിന്റെ പ്രത്യേകത. കഴിഞ്ഞു, ഫുള്ളായിട്ട് കിട്ടി. കണ്ടോ 3 എണ്ണം കാലിയായി. ഇങ്ങനെയാണ് നൊങ്ക് കഴിക്കേണ്ടത് അല്ലേ? നൊങ്ക് മണ്ണി കണ്ണിന് ഒരു കാഴ്ച വരുന്ന സംഭവം. ഓ അത് ശരി, ഭയങ്കര നല്ല സാധനമാണെന്നാണ് പറയുന്നത് നൊങ്ക്. നല്ല ഒരു കണ്ണ് കാഴ്ച, നല്ലൊരിതായിട്ട് സംഭവം. എവിടെയും കിട്ടുന്നില്ല, കിട്ടാൻ വേണ്ടി അന്ന് നടക്കേണ്ട ആൾക്കാർ. അതെ അതെ അതെ, ഇവിടെ നമ്മുടെ പാലക്കാട് ആയതുകൊണ്ട് ഉഷാറായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ? ഉഷാറായി കിട്ടുന്നുണ്ട്, വേറെ എവിടെയും കിട്ടുന്നില്ല. പക്ഷെ ഇതിനു വേണ്ടി ആൾക്കാർ അലഞ്ഞു നടക്കുന്നുണ്ട്. അതെ. ഇങ്ങനെയാണ് നമ്മുടെ ഈ നൊങ്ക് വെച്ചിട്ട്, എന്താ ഇതിൻ്റെ പേര്, വണ്ടിയോ എന്ത് വണ്ടി, നൊങ്ക് വണ്ടി. ഇതിനാണ് നൊങ്ക് വണ്ടി എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഇതുപോലെയുള്ള ഇങ്ങനത്തെ പ്രദേശത്തൊക്കെ അവരുണ്ടാക്കാറുള്ള സംഭവമാണ് കേട്ടോ. കുട്ടികളൊക്കെ ഇങ്ങനത്തെ നൊങ്ക് വണ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കളിക്കാറുണ്ട്. എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഈ പീസ് കൂടെ എടുത്തോ.
നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉള്ളിയുടെ പീസ് ഇങ്ങനെ എടുത്തിട്ട് കിടും കേട്ടോ. നല്ല പ്ലേസ് അല്ലേ. കണ്ടോ, ഒരു കിണറൊക്കെ ഉണ്ട്. നമ്മുടെ കതിര് കുറച്ച് ഇതെന്തിനാണത്? ഓക്കെ, നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഒരു ഇവരുടെ തൊടിയുടെ നടുക്കാണ് കേട്ടോ. ഫുള്ള് തോട്ടമാണ് ഇവിടെ. ഇതൊക്കെ ചോളമാണ്, ചോള കൃഷിയൊക്കെയാണ്. നമ്മളതിൻ്റെ സൈഡായിട്ടാണ് ഇപ്പോൾ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എത്രയാ കഴിക്കൂ? എന്തിനാടാ ചുമ്മാ ഒരു ഭംഗിക്ക് ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് വെറൈറ്റി ഉണ്ട്. എങ്ങനെയുണ്ട്? നന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ലാസ്റ്റ് പീസും കൂടെ അടിച്ചിട്ട് സൈൻ ഓഫ് അടിക്കാം കേട്ടോ. കിട്ടുണ്ടോ? ചെറുതായിട്ടൊന്ന് കരിഞ്ഞു, സത്യം പറഞ്ഞാൽ ചെറുതായൊന്ന് കരിഞ്ഞു പുറം ഭാഗമൊക്കെ. പക്ഷെ എന്നാലും അത്ര ഫുള്ളായി കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. കഴിക്കാനൊക്കെ പറ്റും, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. പിന്നെ നമ്മളിത് ഒരു പ്രിമിറ്റീവ് രീതിയിൽ ഉണ്ടാക്കിയിരിക്കണം, അതായത് ഒരു നാടൻ രീതിയിൽ ഭയങ്കര സിമ്പിളായിട്ട്. അപ്പോൾ കിടുവാണ് അങ്ങനെ കഴിക്കാൻ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഒന്ന് എത്തിക്കുക കേട്ടോ. മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതായത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു കിടിലം വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ ബൈ എല്ലാവരും, ബൈ ബൈ.